الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ അനുസരിച്ച് അവനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൂർണ്ണമായി തഖ്വ ചെയ്യാനും അനുസരിക്കാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകൾ അള്ളാഹു അവന്റെ മഹത്തായ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പള്ളിയുമായി വളരെയധികം ബന്ധമുള്ളവർ, അള്ളാഹു അവർക്കൊക്കെ ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ഇനിയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, പള്ളിക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ആരോഗ്യത്തിന്റെ സമയത്ത് അവർ അനുഷ്ഠിച്ചിരുന്നത് പോലെയുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ. അസുഖം എന്നുള്ള പരീക്ഷണം ആഖിറത്തിൽ അവരുടെ ദറജകൾ ഉയർത്തുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ട ആളുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയ ഒരു സഹോദരനും സഹോദരിയും, അള്ളാഹു അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിന്റെ അദാബുകളിൽ നിന്നും ആഖിറത്തിന്റെ ശിക്ഷകളിൽ നിന്നും അവരെയും നമ്മെയും ഒക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളുടെ ചരിത്രം ഒരുപാട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ടിട്ടും നമ്മയൊക്കെ അഗാധമായി സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതാണ് സ്വഹാബാക്കളുടെ ചരിത്രം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിക്ഷണത്തിൽ വളരുകയും
ഈ ലോകത്ത് തുല്യതയില്ലാത്ത മാതൃകകൾ തീർക്കുകയും ചെയ്തവരാണ് സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണത്തിന്റെ തീച്ചുളകളിലൂടെ കടന്നു പോവുകയും അവിടെയൊക്കെ അവരുടെ ഈമാനിനെ ഉയർത്തിപ്പിടിക്കുകയും ആദർശത്തോട് എങ്ങനെ പ്രതിബദ്ധതയും കൂറും കാണിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. സ്വന്തം ജീവനും സമ്പത്തും കുടുംബവുമൊക്കെ ഉപേക്ഷിക്കുകയും ആ ദീനിനു വേണ്ടി ഹിജ്റ പോവുകയും അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയുമുണ്ടായി. പരിശുദ്ധമായ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽ നിന്നും അവർ ഉൾക്കൊണ്ട ആ ജീവിതത്തിലെ ചൈതന്യം ഇന്നും മുസ്ലിം ലോകത്ത് പല മേഖലകളിലായി ജ്വലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ ചെയ്തു വന്ന അന്യദേശക്കാരായ അപരിചിതരായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ട് സ്വീകരിക്കുകയും തങ്ങൾ അന്നുവരെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തും കച്ചവടവുമെല്ലാം അവർക്ക് പകുത്തു നൽകുകയും ചെയ്ത അൻസാരികളായ സഹാബാക്കളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം ഒരു സഹാബിയുടെ ദുആ ഇപ്രകാരമായിരുന്നു: അല്ലാഹുവേ, നാളെ ഈ ഉഹദിന്റെ പോർക്കളത്തിൽ ശക്തനായ ഒരു എതിരാളിയെ നീ എനിക്ക് നൽകണം. അങ്ങനെ ഞാനും അയാളുമായി കഠിനമായ പോരാട്ടം നടക്കണം. അതിൽ അയാൾ കാരണമായി, ആ പോരാട്ടം കാരണമായി നിന്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണം. മാത്രമല്ല, അതിൽ അയാൾ എന്നെ അംഗഭംഗം വരുത്തുകയും നാളെ ഷഹീദുകൾ എപ്രകാരമാണോ ഷഹീദാക്കപ്പെട്ടത് അതുപോലെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നീ എന്നോട് ചോദിക്കണം എങ്ങനെയാണ് ഈ അംഗഭംഗം ഉണ്ടായതെന്ന്. അങ്ങനെ ഞാൻ നിന്നോട്, നിനക്കും നിന്റെ പ്രവാചകനും വേണ്ടിയാണ് ആ ത്യാഗം ഞാൻ സഹിച്ചതെന്ന് പറയുമ്പോൾ നീ സത്യം പറഞ്ഞു എന്ന് അല്ലാഹുവേ നീ എന്നോട് മറുപടി പറയണം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി ഈമാനിന്റെ ആ ഒരു പാതയിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമായി ജീവിച്ചവരായിരുന്നു സഹാബാക്കൾ റളിയല്ലാഹു അൻഹും. ഷഹാദത്തിന് ചോദിക്കുക മാത്രമല്ല, മറിച്ച് വിശദീകരിച്ച് അതിൻ്റെ പല ഭാഗങ്ങളെയും സ്വപ്നം കണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഈമാനിന്റെ വഴിയിൽ ത്യാഗങ്ങൾ സഹിച്ചിരുന്നത്. ബൈറുഹാ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. കായ്ഫലങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിയും ഈത്തപ്പനയും ഒക്കെ നന്നായി വിളവെടുത്തിരുന്ന ആ തോട്ടത്തിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന പക്ഷികളുടെ കളകൂജനങ്ങൾ കേട്ടുകൊണ്ട് തന്റെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ ആ സ്വഹാബി അതിന് കണ്ട പരിഹാരം അത് തനിക്ക് നൽകിയ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ അത് സദഖ ചെയ്യുക എന്നതായിരുന്നു. ഇങ്ങനെ സ്വഹാബികൾ, ഓരോ സ്വഹാബികളുടെ ജീവിതമെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ഈമാനിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ അവർ അവരുടെ ജീവിതത്തിൽ ഈമാനിനെ കാത്തു സൂക്ഷിക്കാനും അതിനോട് കൂറുപുലർത്താനും ശ്രമിച്ച ത്യാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊണ്ട് കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ സഹാബാക്കളുടെ അത്യുജ്വലമായ മാതൃകകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരേണ്ടതുണ്ട്. ഇത്രയും ത്യാഗം സഹിച്ച് അവർ പോയ സ്വർഗത്തിലേക്ക് അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ആ ചരിത്രത്തെ പഠിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കളെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബാക്കള് നക്ഷത്ര തുല്യരാണ്. ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതാണ്, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുന്നതാണ്. സ്വഹാബാക്കളെ പോലെ ജീവിതത്തിൽ ഈമാനിന് വേണ്ടി ത്യാഗം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയുടെ 20-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്. അല്ലദീന ആമനു വഹാജറു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അല്ലദീന ആമനു വഹാജറു, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും അതിന്റെ പേരിൽ ഹിജ്റ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഹിജ്റ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, സ്വന്തം ശരീരവും സമ്പത്തുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യുന്ന ആളുകൾ, അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ പദവിയാണുള്ളത്. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ഏറ്റവും വിജയികളാകുന്നത്. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാനിൻ വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം. യുബശ്ശിറുഹും റബ്ബുഹും, അവരുടെ രക്ഷിതാവ് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാനിൻ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അവനിൽ നിന്നുള്ള തൃപ്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം ഖാലിദീന ഫീഹാ അബദാ, എന്നെന്നും ശാശ്വതരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന സുഖലോലുപതയുടെ സ്വർഗത്തോപ്പുകളിൽ അവർക്ക് താമസിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, തീർച്ചയായും അള്ളാഹുവിന്റെ പ്രതിഫലം അത് വളരെയധികം മഹത്തരമായതാണ്, വണ്ണമേറിയതാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സ്വന്തം നാടും വീടും വെടിയുകയും സമ്പത്ത് കൊണ്ടും സ്വന്തം ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായി അള്ളാഹു അവർക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഒരുപാട് പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വഹാബികളുടെ ചരിത്രം ഒരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ ചരിത്രമാണ്, ഇസ്ലാമിന്റെ ചരിത്രമാണ്. ഒരുപാട് തലമുറകളുടെ പാരമ്പര്യമുള്ള അന്ധവിശ്വാസത്തിലും അധർമ്മത്തിലുമൊക്കെ ജീവിച്ചു വന്ന ഒരു സമൂഹമായിരുന്നു അവരുടേത്. ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗമെന്ന് ആധുനിക പണ്ഡിതന്മാരിൽ പലരും ആ ഒരു കാലഘട്ടത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു സമൂഹം, അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഹിദായത്ത് ലഭിച്ചപ്പോൾ ആ ഹിദായത്ത് കാരണമായി സത്യവിശ്വാസത്തിന്റെയും അതിലൂടെ അത്യുന്നതമായ ഒരുപാട് ഗുണങ്ങളുടെയും ഒക്കെ ഉത്തമമായ മാതൃകകളായി മാറാൻ സ്വഹാബാക്കൾക്ക് സാധിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഇറക്കിക്കൊടുത്ത പരിശുദ്ധമായ ഖുർആനിന്റെ അമാനുഷികമായ ശക്തി കാരണമായിരുന്നു അവർക്ക് ഇത്തരത്തിൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിച്ചത്. പരിശുദ്ധമായ ഖുർആനും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസീഹത്തുകളും ഉപദേശങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ നടത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നേരിട്ട് ശിക്ഷണം നേടുകയും മസ്ജിദുൻ നബവിയിലെ സുഫ എന്ന് പറയുന്ന ആ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ദാരിദ്ര്യങ്ങൾ സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ശിക്ഷണം നേടിയ അവർ പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയുണ്ടായി. അതിലുപരി ദീനിന്റെ പ്രചാരകരായി അവർ മാറുകയുണ്ടായി. മക്കയും മദീനയും ഒക്കെ വിട്ടുകൊണ്ട് ഇത്രയും വരുന്ന സഹാബാക്കളിൽ വളരെ ചുരുക്കം ചിലരുടെ മയ്യത്തുകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ബാക്കിയുള്ളവരൊക്കെ ദഅവത്തിന് വേണ്ടി മക്കയും മദീനയും ഒക്കെ വിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി. ചുരുങ്ങിയ കാലം കൊണ്ട്
അള്ളാഹുവിന്റെ സഹായം കൊണ്ട് വളരെ വലിയ രൂപത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയുണ്ടായി. ഓരോ സ്വഹാബിമാരുടെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അതിലേറ്റവും പ്രഥമ സ്ഥാനത്ത് വരുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ദൃഢതയാണ്. അവരുടെ ഈമാനികമായ ഉയർച്ചയും അതിനെ അവർ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗങ്ങളുമാണ്. അതുപോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏതൊരു കാര്യങ്ങളും അനുസരിക്കുമ്പോൾ അതിനോടുള്ള ആത്മാർത്ഥതയും ദീനിനു വേണ്ടി എന്തും ത്യജിക്കാനുള്ള അർപ്പണബോധവും, ഇനി ശത്രുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലാണെങ്കിൽ അവിടെ ധൈര്യത്തോടുകൂടി ആർജവത്തോടുകൂടി അവർ പെരുമാറുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഉലൈക ഫുർസാനും ബിന്നഹാരി വറുഹ്ബാനും ബില്ലൈൽ. സഹാബാക്കളെ കുറിച്ച് താബിഈകൾ പറയാറുണ്ട്, ഉലൈക ഫുർസാനും ബിന്നഹാരി വറുഹ്ബാനും ബില്ലൈൽ. അവരെ നിങ്ങൾ കാണുകയാണെങ്കിൽ രാവിലെ അവർ അതീവ ധൈര്യമുള്ള ധൈര്യശാലികളായ കുതിരപ്പടയാളികളും രാത്രിയിൽ അവർ വളരെയധികം അള്ളാഹുവിനോട് ഭയത്തോടു കൂടിയുള്ള വളരെയധികം ഒതുങ്ങിക്കൂടിയ ഒരു ജീവിതവുമായിരുന്നു അവരുടേത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഓരോ സഹാബിമാരുടെ ജീവിതം എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളിലും എതിർപ്പുകളിലുമാണ് അവർ അവരുടെ ഈമാനിനെ വളർത്തിയത്. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കയിലെ ആദ്യ കാലഘട്ടങ്ങളിൽ തൗഹീദിന്റെ വചനങ്ങൾ ഉറക്കെ പറയാനോ അല്ലെങ്കിൽ സ്വസ്ഥമായി ഖുർആൻ പാരായണം ചെയ്യാനോ അത്രയും ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സ്വതന്ത്രമായി സംസാരിക്കാനോ നബി തങ്ങളുടെ നസീഹത്തുകൾ കേൾക്കാനോ സ്വഹാബിമാർക്ക് സാധിച്ചിരുന്നില്ല. ഇസ്ലാമിനു വേണ്ടി ഒരുപാട് വലിയ മർദ്ദനങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നവരാണ് സ്വഹാബികൾ. പലതരത്തിലുള്ള പീഡനങ്ങൾ കൊണ്ട് അവർക്ക് ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തിരുത്തിക്കൊണ്ട് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് ആദ്യ കാലഘട്ടത്തിൽ അവർ സഹിച്ചിരുന്ന ത്യാഗങ്ങളെപ്പറ്റി, പീഡനങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വസ്ത്രം ഉയർത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ശരീരത്തിലുള്ള മുറിപ്പാടുകൾ തീ കൊണ്ടും മറ്റുള്ള ആയുധങ്ങൾ കൊണ്ടും ശത്രുക്കൾ ഏൽപ്പിച്ച മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് നേരം കരയുകയുണ്ടായി. ഇത്തരത്തിൽ പീഡനങ്ങൾ കൊണ്ട് ഇസ്ലാമിൽ ഷഹീദാക്കപ്പെട്ട ഒരുപാട് സ്വഹാബിമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. യാസർ കുടുംബത്തെ പോലെ, സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ പോലെ പീഡനങ്ങൾ കൊണ്ട് ഷഹീദായ സ്വഹാബിമാർ ഇസ്ലാമിലുണ്ട്. അവിടെയൊക്കെ ഈമാനിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അവരുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഈമാനിനെ ഉപേക്ഷിക്കാൻ അവർ ഒരിക്കലും തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ശത്രുക്കൾ പിടിക്കുകയും ഒരുപാട് ദിവസം മുഹറം മാസം കഴിഞ്ഞു പോകുന്നത് വരെ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തിട്ടും അദ്ദേഹം ഈമാനിൽ നിന്ന് വ്യതിചലിക്കുകയുണ്ടായില്ല. അദ്ദേഹത്തിന് ആ കഴിമരത്തിൽ ഷഹീദാകേണ്ടി വരികയുണ്ടായി. ഇത്തരത്തിൽ അവരുടെ ഉറച്ച ആ ഒരു ദീനിയായ റൂഹിയായ ശക്തിക്കു മുമ്പിൽ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഭൗതികമായ മറ്റ് ശക്തികൾ അടിയറവ് പറയുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഭൗതികമായ എല്ലാ തരത്തിലും പ്രതികൂലമായ സാഹചര്യമായിരുന്നിട്ടും അവിടെയൊക്കെ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവർ ത്യാഗം സഹിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകുകയുണ്ടായി. അലിഫ് ലാം മീം ഗുലിബത്തുർ റൂം, റോം പരാജയപ്പെടുമെന്നുള്ള ആയത്തിറങ്ങുമ്പോൾ ശത്രുക്കളൊക്കെ ഒരുപാട് കളിയാക്കുകയും ഇസ്ലാമിനെ തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ അത് പരിപൂർണമായി വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് റോം കീഴടക്കപ്പെടുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. സഹാബിമാരെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകളാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളും സഹാബാക്കളാണ്. ഈ ദീനിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയ അഗാധ ജ്ഞാനികൾ അവരായിരുന്നു. അതുകൊണ്ട് അവർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഒരുപാട് സങ്കീർണമാക്കിയിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനും അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നാം ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖുതുബയിൽ പറയുന്ന ചില സഹാബിമാരുടെ വിശേഷണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നബി തങ്ങൾ അവരെ കുറിച്ച് വിശേഷിപ്പിച്ചതാണ്, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ. എന്റെ ഉമ്മത്തിൽ വെച്ച് എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാരുണ്യം ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ ഒരുപാട് വേളകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കയിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാരിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സമ്പത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഉപകാരപ്പെട്ടതുപോലെ വേറൊരാളുടെ സമ്പത്തും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അടിമകളായ സഹാബികൾ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുമ്പോൾ അവരെയൊക്കെ അവരുടെ യജമാനന്മാർക്ക് വില കൊടുത്ത് വാങ്ങിച്ച് സ്വതന്ത്രരാക്കിയതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വഅശദ്ദുഹും ഫീ അംരില്ലാഹി ഉമർ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ വിഷയം വരുമ്പോൾ അതിലേറ്റവും കൂടുതൽ കട്ടിയുള്ള ശക്തമായ നിലപാടെടുത്തിരുന്നത്, അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് നോക്കാതെ മുഖം നോക്കാതെ തീരുമാനമെടുത്തിരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വാസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവരിൽ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണെന്ന് നബി തങ്ങൾ അരുളുകയുണ്ടായി. ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ വഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തു കൊള്ളുക എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലജ്ജ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട സംഗതിയാണ്. ആ ലജ്ജ എന്ന് പറയുന്ന ഗുണം ഏറ്റവും കൂടുതൽ പ്രകടമായിരുന്നത് നബി തങ്ങളുടെ സഹാബാക്കളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. വഖവാഹും അലി റളിയല്ലാഹു അൻഹു. അവരിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് കരുത്തനായിരുന്നത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിലായിരുന്നാലും അല്ലെങ്കിൽ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും വിഷമങ്ങളുമായിരുന്നാലും അവിടെയൊക്കെ അലി റളിയല്ലാഹു അൻഹു വളരെയധികം വലിയ ധൈര്യം കാണിച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ കൂടിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, അവര് സ്വർഗത്തിൽ വെച്ച് സ്ത്രീകളുടെ നേതാവായിരിക്കും. വൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. നബി തങ്ങളുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നാളെ സ്വർഗത്തിൽ വെച്ച് യുവാക്കളുടെ നേതാക്കളായിരിക്കും. വഹംസത്തു അസദുല്ലാഹി വ അസദു റസൂലിഹി. ഹംസത്തു ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെയും സിംഹമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചു. അദ്ദേഹം അത്രയും ധൈര്യവും അതുപോലെ തന്നെ വളരെയധികം സ്ഥാനവുമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടോ അല്ലെങ്കിൽ അബൂജഹലിനെ കൊണ്ടോ ഇസ്ലാമിനെ അള്ളാഹുവെ നീ ശക്തിപ്പെടുത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തോട് മറ്റുള്ള സ്വഹാബാക്കൾ പറയുന്നുണ്ട്, നിങ്ങളിൽ രണ്ടാലൊരാളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് ദുആ ചെയ്തതായി
അദ്ദേഹത്തോട് സ്വഹാബാക്കൾ പിന്നീട് പറയുന്നുണ്ട്, വഗ്ഫിർ ലിൽ അബ്ബാസ് വവലദിഹി മഗ്ഫിറതൻ ളാഹിറതൻ വബാത്തിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കുമെല്ലാം പുറത്തു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെയധികം ചെറുപ്രായത്തിൽ തന്നെ നബി തങ്ങളോടൊപ്പം കൂടുകയും തഫ്സീറിന്റെ വിഷയത്തിൽ റഈസുൽ മുഫസ്സിരീൻ എന്ന സ്ഥാനപ്പേരിന് അർഹനാവുകയും ചെയ്ത സ്വഹാബിയാണ്. അല്ലാഹ ഫി അസ്ഹാബി, സ്വഹാബാക്കളുടെ വിഷയം പറയുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി, അല്ലാഹ ഫി അസ്ഹാബി, എന്റെ സ്വഹാബാക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലാ തത്തഖിദൂഹും ഗർദൻ മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ അവരെ നിങ്ങളുടെ ചീത്തവാക്കുകളുടെയും മോശത്തരങ്ങളുടെയും ലക്ഷ്യമാക്കി മാറ്റരുത്. നബി തങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്തുണ്ടായ ഒരുപാട് കുഴപ്പങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയുണ്ടായി. അതിൽ ഒന്ന് സഹാബാക്കൾക്ക് നേരെയുള്ള മോശമായ സംസാരങ്ങളും അവരെ ദീനിൽ നിന്ന് പുറത്താക്കുകയും അവരെ ഒരുപാട് മോശമായ കാര്യങ്ങൾ അവർക്ക് മേലിൽ ചാർത്തുകയുമുണ്ടായി. ഇത് ദീർഘദൃഷ്ടിയോട് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബാക്കളെ കുറിച്ച് അത്തരത്തിലുള്ള മോശമായ പരാമർശങ്ങൾ നടത്തുകയോ മോശമായത് പറയുകയും ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പ്രത്യേകം നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും, ആരെങ്കിലും അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നോടുള്ള സ്നേഹത്തിന്റെ കാരണമായിട്ടാണ് അവരെ സ്നേഹിക്കുന്നത്. വമൻ അബ്ഗദഹും ഫബിബുഗ്ദി അബ്ഗദഹും, അവരോട് ആരെങ്കിലും വെറുപ്പ് വെച്ച് പുലർത്തുകയാണെങ്കിൽ, അവരെ മോശമായി കാണുകയാണെങ്കിൽ അതെന്നോടുള്ള വെറുപ്പിന്റെ പേരിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. വഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകൾ എൻ്റെ സമയത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വരുന്ന ആളുകളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വരുന്ന ആളുകളാണ്. എന്നിങ്ങനെ സ്വഹാബികളുടെ കാലഘട്ടത്തെയും താബിഅകളുടെ കാലഘട്ടത്തെയും തബഉ താബിഅകളുടെ കാലഘട്ടത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രത്യേകം എടുത്ത് പരാമർശിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബാക്കളുടെയും സലഫു സ്വാലിഹുകളുടെയും ജീവിതത്തെ അടുത്തറിയാനും പഠിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രതികൂല സാഹചര്യത്തിലും സ്വഹാബാക്കൾ അവരുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തതുപോലെ നമുക്കും ഈമാനിനെ കാത്തു സംരക്ഷിക്കാനും ഈമാനോടുകൂടി ജീവിച്ച് മരണപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. اتقوا ربكم في سركم وإعلانكم. وقال ربكم في كتابه العزيز: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم
ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله، الحمد لله الكريم المعبود، واشهد ان لا اله الا الله الرحيم المحمود، واشهد ان نبينا محمدا عبده ورسوله اشرف مولود. صلى الله على سيدنا محمد وعلى اله واصحابه الابر. ايها الناس اتقوا الله حق تقاته وبادروا الى اداء مفترضاته، واعلموا ان الله سبحانه وتعالى امركم بامر بدا فيه بنفسه وثنى بملائكته المسبحه بقدسه، وثلث بكم ايها المؤمنون من بريته. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى ال محمد وبارك وسلم عليه. اللهم رض عن خلفائه الراشدين الاربعه ابي بكر وعمر وعثمان وعلي رضي الله عنهم اجمعين. اللهم رض عن عمي نبيك حمزة والعباس رضي الله عنهما وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشو خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. اللهم أعز الإسلام والمسلمين وقض الدين عن المدينين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصرهم نصرا مؤزرا، اللهم انصرهم نصرا مؤزرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون. أقم الصلاة.